പുഞ്ചിരി ചികിത്സകൻ. ഞാൻ ഒരിക്കൽ കണ്ടുമുട്ടിയ ഒരു വൃദ്ധ വൈദികനെ ഇന്നും ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് അദ്ദേഹത്തിന്റെ ശാന്തമായ മുഖവും ആ മധുരമുള്ള പുഞ്ചിരിയുമാണ്. ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും അദ്ദേഹം നേരിട്ടിരുന്നു. എന്നിട്ടും ഒരിക്കലും കോപമോ കടുപ്പമോ അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പുഞ്ചിരി മറ്റുള്ളവർക്കും ആശ്വാസമായിരുന്നു. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ, ഗുരുതരാവസ്ഥയിൽ, അദ്ദേഹം ആശുപത്രിയിൽ കഴിയുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാൻ എനിക്ക് അനുമതി ലഭിച്ചു. മുറിയിലേക്ക് കയറുമ്പോൾ എന്റെ മനസ്സിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. വേദന കൊണ്ട് തളർന്ന ഒരാളെ, അസ്വസ്ഥത കൊണ്ട് വിഷമിക്കുന്ന ഒരാളെ ഞാൻ കാണുമെന്നായിരുന്നു എന്റെ ധാരണ. എന്നാൽ ഞാൻ കണ്ടത് എന്നെ അത്ഭുതപ്പെടുത്തി. കിടക്കയിൽ ക്ഷീണിതനായി കിടക്കുകയാണെങ്കിലും മുഖത്ത് അതേ ശാന്തത, അതേ സൗമ്യത, അതേ പുഞ്ചിരി. അദ്ദേഹത്തിന്റെ സുഖവിവരങ്ങൾ ചോദിച്ച ശേഷം ഞാൻ വളരെ സൗമ്യമായി ചോദിച്ചു, ഇത്രയും വേദനയും അസ്വസ്ഥതയും ഉള്ളപ്പോഴും എങ്ങനെ നിങ്ങൾ ഇത്ര ശാന്തനായി പുഞ്ചിരിയോടെ ഇരിക്കുന്നു? അദ്ദേഹം എന്നെ നോക്കി പതുക്കെ പറഞ്ഞു, മകനെ, ഞാൻ ഒരു യുവ വൈദികനായിരുന്നപ്പോൾ ഒരു ഇടവകയിൽ അസിസ്റ്റന്റ് പള്ളി വികാരിയായി നിയമിക്കപ്പെട്ടു. ഏതാണ്ട് എല്ലാ ദിവസവും പ്രശ്നങ്ങളായിരുന്നു. പരാതികൾ, വിമർശനങ്ങൾ, തെറ്റിദ്ധാരണകൾ. അന്നൊക്കെ ഞാൻ എളുപ്പത്തിൽ കോപിതനാവുമായിരുന്നു, ദുഃഖിതനാവുമായിരുന്നു, അസഹനീയനാവുമായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. ജീവിത സാഹചര്യങ്ങളെ ഞാൻ രണ്ടു രീതിയിൽ നേരിടാം. ഒന്ന്, നെഗറ്റീവ് മനോഭാവത്തോടെ, വാടിയ മുഖത്തോടെ. മറ്റൊന്ന്, പോസിറ്റീവ് മനോഭാവത്തോടെ, ഒരു പുഞ്ചിരിയോടെ. അന്നേ ദിവസം ഞാൻ തീരുമാനിച്ചു, എന്ത് സംഭവിച്ചാലും പുഞ്ചിരിയോടെ സാഹചര്യങ്ങളെ നേരിടാൻ. എളുപ്പമായിരുന്നില്ല അത്. പലപ്പോഴും വളരെ ബുദ്ധിമുട്ടി. എന്നാൽ ദൈവം ആ തീരുമാനത്തിൽ എന്നെ നിലനിർത്താൻ കൃപ നൽകി. പതുക്കെ ആ പുഞ്ചിരി നാടകമായിരുന്നില്ല, ഹൃദയത്തിൽ നിന്നുയരുന്ന യഥാർത്ഥ അനുഭവമായി മാറി. ഇപ്പോൾ എന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഞാൻ എന്തിന് മാറിപ്പോകണം? ഞാൻ മറ്റുള്ളവരോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എല്ലാം ദൈവത്തിന്റെ സമ്മാനങ്ങളായി ക്ഷമയോടെ സ്വീകരിക്കണം എന്ന്. ഇപ്പോൾ ഞാൻ തന്നെ അത് പാലിക്കാതെ പോയാൽ എന്റെ വാക്കുകൾ ശൂന്യമാകും. ഒരു കാര്യം കൂടി ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പുഞ്ചിരി ചികിത്സ നാടക പുഞ്ചിരിയല്ല, ആഴത്തിൽ നിന്നുയരുന്ന യഥാർത്ഥ പുഞ്ചിരി. അതിന് സുഖപ്പെടുത്താനുള്ള ശക്തിയുണ്ട്, മറ്റുള്ളവരെയും സ്വയം തന്നെയും. അത് സാന്ത്വനപ്പെടുത്തും. ഞാൻ ഈ ലോകം വിട്ടുപോകുമ്പോൾ ചിലരെങ്കിലും എന്നെ ഓർക്കുമെങ്കിൽ എന്റെ പ്രസംഗങ്ങൾക്കല്ല, എന്റെ ക്ഷമയ്ക്കും എന്റെ പുഞ്ചിരിക്കുമായിരിക്കും. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നും എന്റെ ഹൃദയത്തിൽ മുഴങ്ങുന്നു. ഒരു മൃദുവായ ക്ഷണം പോലെ ജീവിതത്തെ പുഞ്ചിരിയോടെ നേരിടാൻ. ചിലപ്പോൾ വലിയ ചികിത്സകർ മരുന്നുകൾ നൽകുന്നവരല്ല, അവർ ഒരു പുഞ്ചിരി നൽകുന്നവരാണ്. അദ്ദേഹം അങ്ങനെയൊരാളായിരുന്നു, ഒരു പുഞ്ചിരി ചികിത്സകൻ.